കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് നവീന്റെ സഹോദരൻ പ്രവീൺ ബാബു പറഞ്ഞു. ശത്രുക്കൾ തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുകയാണെന്നും പ്രവീൺ പറഞ്ഞു. സിംഗിൾ ബെഞ്ച് ഇതൊരു വിധിയുണ്ടായ ശേഷം ഡിവിഷൻ ബെഞ്ച് വിശദമായ വാദം കേട്ട ശേഷം അനുകൂലമായ ഒന്ന് പ്രതീക്ഷയിലായിരുന്നു. വളരെ നിരാശാജനകമായി പോയി, വളരെ ഷോക്കിംഗ് ആയിപ്പോയി ഈ ഒരു വിധി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. അതിൽ എനിക്ക് തോന്നുന്നത് ശത്രുക്കളായിട്ടുള്ളവർ തന്നെ ആയിരിക്കാമെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഇതിന് കേസിന് ആദ്യം തൊട്ട് എല്ലാത്തിനും മുന്നേ നിൽക്കുന്ന എന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ തെറ്റിപ്പിക്കാനോ അല്ലെങ്കിൽ കേസിൽ നിന്ന് പിന്മാറ്റുവാനോ ഉള്ള ആരുടെയോ ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങളുമായി ലിഡിയ. CBI അന്വേഷണം വേണ്ടതില്ല എന്ന് ഡിവിഷൻ ബെഞ്ചും തീരുമാനിക്കുന്നതിന്റെ ഗ്രൗണ്ട് എന്താണ്? നിലവിലെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നും അതുപോലെ തന്നെ അതിനാൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ആദ്യഘട്ടത്തിൽ സിംഗിൾ ബെഞ്ച് വാദം കേട്ട് അതിൽ ഒരു ഉത്തരവ് നൽകിയത് ഈ CBI അന്വേഷണം വേണ്ട എന്ന് തന്നെ ഒരു നിലപാടായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ആ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ നവീൻ ബാബുവിന്റെ കുടുംബം അപ്പീൽ പോവുകയും ആ അപ്പീല് ഇപ്പോൾ തള്ളുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സർക്കാർ കോടതിയെ അറിയിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. അതിൽ ഒരു തരത്തിലുമുള്ള ക്രമക്കേടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം സർക്കാർ ഹൈക്കോടതിയെ ധരിപ്പിച്ചിരുന്നു. മാത്രമല്ല ഈ ഒരു വാദത്തിന്റെ ഘട്ടത്തിൽ ഉടനീളം കോടതി ചോദിച്ചിരുന്നു എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അതിൽ ഒരു അതായത് ഈ പ്രതി ഒരു രാഷ്ട്രീയക്കാരിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവാണ് എന്നതുകൊണ്ട് മാത്രം ഇത്തരത്തിലൊരു CBI അന്വേഷണം അനുവദിക്കാനാവില്ല, ഇത്തരത്തിൽ അന്വേഷണ സംഘത്തെ മാറ്റാനാവില്ല എന്നൊരു കാര്യം ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഈ വാദത്തിന്റെ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം തന്നെ മുൻനിർത്തിയാകണം ഇത്തരത്തിൽ ഒരു വിധിയിലേക്ക് ഹൈക്കോടതി വന്നിരിക്കുന്നത്. ജസ്റ്റിസുമാരായ PV സുരേഷ് കുമാറും ഒപ്പം ജോബിൻ സെബാസ്റ്റ്യനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് നിലവിൽ ഹർജി തള്ളിയിരിക്കുന്നത്. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.